ഞാൻ അബൂജഹലിന്റെ മദ്ഹ് പറയാനും അബൂജഹലിനെ ശരിയായ മോമിനാക്കിയിട്ട് അബൂജഹലിന്റെ മൗലൂദ് ഓതുന്നത് കേട്ടോളൂ. ആര്? ഹുസൈൻ സലഫി അബൂജഹലിന്റെ മൗലൂദ് ഓതുകയാണ് എന്ന് പറഞ്ഞിട്ട് പേരോട് എന്റെ പേരിൽ ആരോപിക്കുന്ന ഭാഗം കേൾക്കുക. അതിന്റെ ശേഷം ഞാൻ കേൾപ്പിക്കുമെന്ത്? ഇയാളാ പറഞ്ഞു നിർത്തിയതിന്റെ ശേഷം മുതൽക്ക് ഞാൻ കേൾപ്പിക്കും. മൂപ്പര് എവിടെ നിർത്തിയോ അതിന്റെ ശേഷം പിന്നെ ഞാൻ കേൾപ്പിക്കും. അതിലെന്താ പറയുന്നത്? മൂപ്പര പറഞ്ഞതിനൊക്കെ നേരെ എതിരെ എന്നെപ്പറ്റി അങ്ങനെ പറയരുത്, എനിക്കങ്ങനെ വാദല്ല, അങ്ങനെ ധരിക്കണ്ട എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞത് ശേഷം ഞാൻ കേൾപ്പിക്കും. അതൊക്കെ മൂപ്പര് മൂടി വെച്ചു. അതൊന്നും കേൾക്കാത്ത മട്ടിൽ പറയണേ അബൂജഹലിനെ മോമിനാക്കി, ഇപ്പോഴും മോമിനാക്കി എന്നിങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ ഭാഗം ഒന്ന് കേട്ടോളൂ. മൗലൂദ് ഓതുകയാണ് എന്ന് പറയുന്ന ഭാഗം. ഈ മൗലവി അയാൾ അബൂജഹലിനെ പറ്റി പറയുന്നത് കേട്ടോളി. അബൂജഹലിന്റെ മൗലൂദ് ഓതുന്നത് അതൊന്ന് കേട്ടോളി. അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അബൂജഹലിന്റെ പണികളായി പറഞ്ഞോക്കെ അബൂജഹലിന്റെ മൗലൂദ പോതി അബൂജഹലിന്റെ മൗലൂദ പോതിയത്. ഇനി നേരെ ശേഷം വരുന്ന വാചകങ്ങളാണ് കേട്ടാൽ ഞാൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ വാദല്ല, ഇനി ഏതെങ്കിലും പൊട്ടന്മാർ ഇയാളുമായി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞു. നീ ആരും അങ്ങനെ എനിക്കങ്ങനെ വാദമുണ്ട് ഞാൻ ജദാ മോമിനാക്കി എന്നൊന്നും പറയണ്ട എന്ന് വിശദമായി ഞാൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഈ പറയുന്നതൊന്നും ഇവിടെ പറയേണ്ടതില്ല. ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ വാദം എന്താണെന്ന് മനസ്സിലാവും. കേട്ടോളൂ. ഞാൻ അന്ന് പറഞ്ഞത് ഇയാൾ മൂടി വെച്ചത്, ഇയാൾ നിർത്തിയതിന്റെ ശേഷമുള്ള വാചകം മുതൽക്കാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കട്ട് വെച്ച ഭാഗം വെക്ക് മോനെ. ഓഹോ, അപ്പൊ അവർ ഇത്ര വലിയ നല്ല മുഅ്മിനുകളാണോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും വെച്ച് കെട്ടേണ്ടതില്ല. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട. അബൂജഹൽ മുഅ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല. മുഅ്മിനാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അത് അംഗീകരിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റ് വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ്. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത്? അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ്ങ് ഒഴിവായി പോയാൽ അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ? ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് അബൂജഹലിനെ മുഅ്മിനാക്കുകയല്ല, അബൂജഹൽ മുശ്രിക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ അബൂജഹലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത്? അബൂജഹൽ മുശ്രിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ. നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂജഹലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ്. അബൂജഹൽ അള്ളാനെ സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി മുസ്ലിയാർ പേരോട് മുസ്ലിയാർ പറഞ്ഞു ഒരാരോപണം, ഞാൻ അബൂജഹലിനെ മുഅ്മിനാക്കി എന്നാണ്. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുശ്രിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പറയട്ടെ വളരെ വിനയത്തോടുകൂടി, അബൂജഹലിനെ മുഅ്മിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല. അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂജഹൽ മുഅ്മിനാണെന്ന് വന്നു ചേരുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ, അല്ലാഹ് സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ദുആ ചെയ്താലും അത് ശിർക്കല്ല എന്ന് പറയുമ്പോ അതേ വാദക്കാരനല്ലേ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ അള്ളാഹനെ സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അവരെ എങ്ങനെ മുശ്രിക്കെന്ന് വിളിക്കും? ഇതേ വാദമല്ലേ അവർക്കുമുള്ളത്. അപ്പൊ ഫലത്തിൽ അവരെ മുഅ്മിനുകളാക്കി തീർക്കുന്നത് നിങ്ങളാണ്.